ഹലോ ഗേൾസ്, അപ്പോൾ ഇന്ന് നമ്മളൊരു ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ചോറിനും നമുക്ക് പറ്റിയ നല്ല അടിപൊളി ചമ്മന്തി. ഇത് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചിയുണ്ട്, കുറച്ച് പുളിങ്ങ വേണം, പിന്നെ പച്ചമുളക് വേണം, പിന്നെ നമ്മുടെ ചുവന്നമുളക് ഉണ്ടല്ലോ അതൊക്കെ വേണം. എല്ലാം കൂടി ചൂടാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തി കേട്ടോ. ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈ ഉള്ളിയുടെ തോലൊക്കെ നമുക്കൊന്ന് നേരേക്ക് എടുക്കാം. ഒരുവിധം എല്ലാവർക്കും ചമ്മന്തി കൂട്ടി കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരില്ലേ. നമുക്കിപ്പോൾ ഏതായാലും ഇവിടെ കുറച്ച് ഉള്ളി മതി, കാരണം അധികം പേരൊന്നും ഇല്ല. പിന്നെ ചോറിന് ഇന്നലത്തെ നല്ല മീൻകറി ഇരിക്കുന്നുണ്ട്. തലേ ദിവസത്തെ മീൻകറി അല്ലേ എല്ലാവർക്കും പൊതുവേ ഇഷ്ടം, ടേസ്റ്റ് അതാണ്. തലേ ദിവസം ഉണ്ടാക്കിയിട്ട് അത് പിറ്റേ ദിവസം ഉപയോഗിക്കുന്ന മീൻകറിയാണ് നല്ല ടേസ്റ്റ്. അതാ എൻ്റെ മകൻ എത്തിയിട്ടുണ്ട്. ചമ്മന്തി അരക്കിയ സഹായിക്കാൻ എത്തിയതാ. അതെ, ഇത് കുറച്ച് വലിയ ചെറിയ ഉള്ളിയാണ്, പക്ഷെ കുറച്ച് വലിയ ടൈപ്പ് ഉള്ളി കേട്ടോ നമ്മൾ എടുത്തിരിക്കണത്. ഇത് കുറച്ച് നേരേക്ക് ഉണ്ടാക്കാൻ നല്ല പണി. അത് ചെറിയ ഉള്ളി. കത്തിയുടെ പിന്നെ അത് വെളുത്തുള്ളി. അതെന്താ വെള്ളച്ചാണോ? കുറെ നേരം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാട് പറിച്ചിട്ട് നന്നായിട്ട് കഴുകണം. നമ്മുടെ ഇത് കണ്ട നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നേരേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇങ്ങനത്തെ ഈ ഒരു അലുമിനിയം പാത്രം നമ്മളിവിടെ വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് കത്തിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. കണ്ടോ, കുറച്ച് മതി. നമുക്ക് 2 ചുവന്ന മുളക് നമുക്ക് എടുക്കണട്ടെ. ഒരു കുറച്ച് വലിയ സൈസ് തന്നെ ഇരുന്നോട്ടെ, കുറച്ച് എരിവ് വേണമല്ലോ. ചുവന്ന മുളക് 3-4 മതി കേട്ടോ. ഇതിലേക്ക് 3 എടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് നമുക്ക് കൂട്ടണം. അത് നമുക്ക് 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ കൂട്ടണം. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ അവിടെ ചൂടായി. ഇനി അതിലേക്ക് നമ്മുടെ ചെറിയ ഉള്ളി നമ്മൾ മുറിക്കണമൊന്നുമില്ല, അങ്ങനെ ഇട്ടിട്ട് ചൂടാക്കാൻ കേട്ടോ. ഒക്കെ ഇട്ട് ചൂടാക്കാനേ. കണ്ടോ, ഉള്ളിട്ടോ, വെളുത്തുള്ളി, അത് ഇഞ്ചിയൊക്കെ നമ്മൾ ചൂടാക്കാൻ കേട്ടോ. ഒക്കെ എല്ലാം ചേർന്നിട്ട് നമുക്ക് അതൊന്ന് ചൂടാകട്ടെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാട്ടി എടുത്തിട്ട് വരാം. അപ്പോൾ എല്ലാം കൂടി വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരയ്ക്കാൻ പോവാണേ. ആദ്യം പുളിങ്ങയും പച്ചമുളകും ചുവന്ന മുളകും കൂടിയിട്ട് അരച്ചെടുക്കണം. എന്നിട്ടാണ് മറ്റതെല്ലാം കൂടി അരച്ചെടുക്കണം. ഇതൊക്കെ കൂടി നന്നായി അരച്ചെടുത്തിട്ട് വേണം നമുക്ക് മറ്റുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടി ചേർത്തിട്ട് അരയ്ക്കാൻ. ഇവിടെ ഇപ്പോൾ ഫോൺ വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഇതാക്കുന്നത്. ഫ്രണ്ടിൽ ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണത്. ക്യാമറ ഇത് നിങ്ങളെ കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഫോൺ വയ്ക്കണതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതന്നെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഉള്ളിയൊക്കെ അങ്ങനെ ഇതാക്കിയിട്ട് കാണിക്കണത്. ഇപ്പുറത്ത് വെച്ചിട്ട്
അപ്പം നമ്മുടെ ചമ്മന്തി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ചമ്മന്തി എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. ചമ്മന്തി നോക്കിയേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.